നമസ്കാരം. CPM നേതാവ് പി ജയരാജൻ ഉയർത്തിയ പൊളിറ്റിക്കൽ ഇസ്ലാം പരാമർശം കൂടുതൽ ചർച്ചയാകുകയാണ്. വിവാദം ഏറ്റുപിടിച്ച കത്തോലിക്ക മുഖപത്രമായ ദീപികയും രംഗത്ത് വന്നിട്ടുണ്ട്. ഇതോടെ വിഷയം ഏറ്റവും അധികം വിവാദമായി കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക തീവ്രവാദത്തെ കേരളം വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യുന്നില്ലെന്ന വികാരമാണ് കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയുടെ എഡിറ്റോറിയലിൽ വ്യക്തമാക്കുന്നത്. പി ജയരാജൻ കണ്ട രാഷ്ട്രീയ ഇസ്ലാമിനെ CPM കാണാൻ ഇടയില്ല എന്ന തലക്കെട്ടോടെ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിലാണ് ദീപിക വിഷയമുന്നയിക്കുന്നത്. ഈ വിഷയത്തിൽ കോൺഗ്രസിനും സമാന നിലപാടാണെന്നാണ് മുഖപ്രസംഗം പറഞ്ഞു വയ്ക്കുന്നതും. പോപ്പുലർ ഫ്രണ്ട് നിരോധനം, ഭീകരവാദ വിരുദ്ധ നിലപാട് എന്നിങ്ങനെയുള്ള കേന്ദ്ര സർക്കാർ നടപടികളെ പുകഴ്ത്തിക്കൊണ്ടാണ് ദീപികയുടെ മുഖപ്രസംഗം. പി ജയരാജന്റെ കണ്ടെത്തലുകളിൽ പുതുമയില്ല. എന്നാൽ ഇസ്ലാമിക തീവ്രവാദത്തിന് CPM-ഉം കോൺഗ്രസും ഒരുപോലെ വളം വെച്ചു കൊടുക്കുകയാണെന്നും ലേഖനം കുറ്റപ്പെടുത്തുന്നു. ഇത്തരം സാഹചര്യത്തിലാണ് ജയരാജന്റെ തുറന്നു പറച്ചിൽ പ്രസക്തമാകുന്നത്. ജയരാജന്റെ ഒരു കണ്ടെത്തലും പുതിയതല്ല. പക്ഷേ ഇസ്ലാമിക തീവ്രവാദത്തിന് CPM-ഉം കോൺഗ്രസും ഒരുപോലെ വളം വെച്ചു കൊടുക്കുകയാണെന്ന നിരീക്ഷണം നിലനിൽക്കെ ഈ തുറന്നു പറച്ചിലിന് പ്രസക്തിയുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇസ്ലാമിക തീവ്രവാദം ആഗോളതലത്തിൽ വരുത്തിയ വിനാശങ്ങൾക്കനുസരിച്ച് ഇന്ത്യയിലെ കോൺഗ്രസും ഇടതു പാർട്ടികളും നിലപാടുകൾ നവീകരിച്ചില്ല. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലതുപക്ഷ ചിന്തകൾക്കും രാഷ്ട്രീയത്തിനും വർഗീയതയ്ക്കും വളരാൻ സഹായമായി. ഇസ്ലാമോഫോബിയ എന്ന വാക്ക് പൂർണ്ണമായും തള്ളിക്കളയാനാവില്ലെങ്കിലും അതിന്റെ ദുരുപയോഗം കൊണ്ട് വളർന്നു പന്തലിച്ചത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന നിലയിലേക്ക് എത്തി. ഇത് ഇതര മതവർഗീയതകൾക്കും വളരാൻ സാഹചര്യമൊരുക്കിയെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. തീവ്രവാദത്തോട് മതേതര പാർട്ടികൾ കണ്ണടച്ച് ഇരുട്ടാക്കിയെന്നും ദീപിക കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇസ്ലാമിക തീവ്രവാദത്തെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടവർ മതേതര രാഷ്ട്രീയത്തിന് നഷ്ടമുണ്ടാക്കി. വലതുപക്ഷ രാഷ്ട്രീയമാണ് ഇവിടെ ലാഭമുണ്ടാക്കുന്നത്. പ്രത്യേക അവകാശങ്ങളും ആനുകൂല്യങ്ങളും കൊടുത്തല്ല ഭീകര പ്രസ്ഥാനങ്ങളെ നേരിടേണ്ടതെന്ന BJP-യുടെ നിലപാടിന് സ്വീകാര്യത വർദ്ധിക്കുകയാണ്. പതിറ്റാണ്ടുകൾ ഭരിച്ചിട്ടും തീവ്രവാദത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. കേരളം മാറി മാറി ഭരിച്ചവർക്ക് പോപ്പുലർ ഫ്രണ്ടിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. ഇസ്ലാമിനെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയെക്കുറിച്ചാണ് അൽ ഖ്വയ്ദയും താലിബാനും ബൊക്കോ ഹറാമും ഹമാസും ഹിസ്ബുള്ളയും പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ പറയുന്നതെന്ന് ഇവർക്ക് എന്നാണ് മനസ്സിലാക്കുകയെന്നും ദീപിക കോൺഗ്രസിനെയും CPM-നെയും കുറ്റപ്പെടുത്തി ചോദിക്കുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ പക്ഷപാതപരമായാണ് രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങും വിശകലനങ്ങളും നിരീക്ഷണങ്ങളും നടത്തുന്നത് എന്നും ദീപിക കുറ്റപ്പെടുത്തുന്നു. ഇത്തരം നിരീക്ഷണങ്ങൾ കേരളത്തിലെ പൊതുബോധത്തെ സ്വാധീനിച്ചു. അന്താരാഷ്ട്ര റിപ്പോർട്ടിങ്ങിൽ ഏറ്റവും അധികം മതപീഡനം അനുഭവിക്കുന്ന ക്രൈസ്തവരെ ഒഴിവാക്കി. പകരം ഏറ്റവും അധികം പീഡനങ്ങൾ നടത്തുന്നവരെ ഇരകളാക്കി ചിത്രീകരിക്കുകയാണ് ചെയ്തത്. ഇറാഖിലും നൈജീരിയയിലും ഈജിപ്തിലും സിറിയയിലും ബുർക്കിന ഫാസോയിലും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ഇസ്ലാമിക ഭീകരർ ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യുകയാണ്. ഇറാഖിൽ തീവ്രവാദികൾ കൊന്നൊടുക്കിയതിൽ ബാക്കിയുള്ള 3 ലക്ഷത്തോളം ക്രൈസ്തവർ ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രബലമായ 2014 ശേഷം പലായനം ചെയ്തു. മിഡിൽ ഈസ്റ്റിലെ ക്രൈസ്തവർ നേരിടുന്നത് വംശഹത്യക്ക് സമാനമായ പീഡനങ്ങളാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പൊലിയുന്ന മനുഷ്യരെ കുറിച്ച് പറയണമെന്നതിൽ സംശയമില്ല. പക്ഷേ ലോകമെങ്ങും ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങൾ കൊന്നൊടുക്കുന്ന ക്രൈസ്തവരെ കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ എഴുതുകയില്ലെന്നും ദീപിക കുറ്റപ്പെടുത്തുന്നു. മുസ്ലിം രാഷ്ട്രീയവും രാഷ്ട്രീയ ഇസ്ലാമും എന്ന തന്റെ പുസ്തകത്തെക്കുറിച്ചുള്ള പരാമർശത്തിലാണ് പി ജയരാജൻ പൊളിറ്റിക്കൽ ഇസ്ലാം യുവാക്കളെ ഭീകരവാദത്തിലേക്ക് നയിക്കുന്നുവെന്ന് പ്രതികരിച്ചത്. താൻ ശേഖരിച്ച കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത മാസം പുറത്തിറങ്ങുന്ന പുസ്തകത്തിലുണ്ടെന്നും ഒരു പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പി ജയരാജൻ പറഞ്ഞിരുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാം വലിയ തോതിൽ യുവാക്കളെ ഭീകരവാദത്തിലേക്ക് നയിക്കുന്നു. കേരളത്തിൽ നിന്ന് ISISലേക്ക് റിക്രൂട്ട്മെന്റ് നടന്നു. കണ്ണൂരിൽ നിന്നുൾപ്പെടെ ഇത്തരത്തിൽ യുവാക്കൾ വഴിതെറ്റിയത് ഗുരുതരമായ പ്രശ്നമാണ്. ബാബറി മസ്ജിദ് തകർത്തത് ചിലരിലെങ്കിലും തീവ്ര നിലപാടുണ്ടാക്കി. IS റിക്രൂട്ട്മെന്റ് കേരളത്തിൽ നിന്ന് നടന്നത് ഇതിന്റെ ഭാഗമായാണെന്നും ഉൾപ്പെടെയായിരുന്നു പി ജയരാജന്റെ പ്രതികരണം ഉണ്ടായത്. അതേസമയം യുവാക്കൾ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നുവെന്ന CPM നേതാവ് പി ജയരാജൻ നടത്തിയ പ്രസ്താവനയോട് പ്രതികരിക്കാതെ അകലം പാലിക്കുകയാണ് CPM നേതാക്കൾ. കേരളത്തിൽ നിന്ന് ISലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെന്ന CPM നേതാവ് ജയരാജന്റെ പ്രസ്താവന സംബന്ധിച്ച് സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് സോളിഡാരിറ്റിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. IS റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച് മുമ്പ് നിരവധി തവണ ഔദ്യോഗികമായ വിവരങ്ങൾ പുറത്തു വന്നതാണ്.
ഇതല്ലാത്ത വിവരങ്ങൾ ജയരാജന്റെ കൈവശമുണ്ടെങ്കിൽ അത് വ്യക്തമാക്കണമെന്നും സോളിഡാരിറ്റി ആവശ്യപ്പെട്ടിരുന്നു. നന്ദി.